കാർഷിക മേഖല ഇന്ന് യന്ത്രവൽക്കരണത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നിലം ഉഴുതുമറിക്കാൻ അടക്കം ഇന്ന് ഉപയോഗിക്കുന്നത് യന്ത്രങ്ങളാണ്. കാർഷിക മേഖല യന്ത്രവൽക്കരണത്തിലേക്ക് മാറിയപ്പോൾ വയനാടൻ വയലുകളിലെ അപൂർവ കാഴ്ചയായി മാറിയിരിക്കുകയാണ് കന്നുപൂട്ട്. എന്നാൽ ഇപ്പോഴും പരമ്പരാഗതമായ രീതിയിൽ കന്നുകളെ ഉപയോഗിച്ച് നിലം ഉഴുതുമറിച്ച് നാട്ടിക്കായ് നിലം ശരിയാക്കുകയാണ് മൂലങ്കാവ് സ്വദേശിയായ ബെന്നിയും കൂട്ടുകാരും. ഈ കാഴ്ച ഇപ്പോഴൊരു നൊസ്റ്റാൾജിയ മാത്രമാണ്. മേക്കോല് പൂട്ടിയ കന്നുകളെ കൊണ്ട് കലപ്പ് ഉപയോഗിച്ച് നിലമുഴുത് ശരിയാക്കുന്ന മുടിങ്കോൽ പിടിച്ച കർഷകൻ പണ്ട് പതിവ് കാഴ്ചയായിരുന്നെങ്കിൽ ഇന്ന് അതില്ല. പകരം ട്രാക്ടറുകളും ട്രില്ലറുകളുമെല്ലാം ഇന്ന് കളം പിടിച്ചു കഴിഞ്ഞു. ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ യന്ത്രസഹായത്തോടെയാണ് നഞ്ചയ്ക്കും പുഞ്ചയ്ക്കും നിലം ഉഴുതെടുക്കുന്നത്. എന്നാൽ മൂലങ്കാവ്, കാരശ്ശേരി, ഏഴേക്കർക്കുന്നിൽ സുഹൃത്തുക്കളായ ബെന്നിയും ഉസ്മാനും ആലിയും മുനീറും പരമ്പരാഗത രീതിയിൽ കന്നുകളെ കൊണ്ട് നിലം ഉഴുതുമറിച്ചാണ് നാട്ടിപ്പണിക്കായി വയലുകൾ ഒരുക്കുന്നത്. വാഹനങ്ങൾ വിളിക്കുമ്പോൾ കിട്ടാത്തതും കൂടിയ നിരക്കുമാണ് പഴമയിലേക്ക് തിരിച്ചു പോകാൻ ഇവരെ പ്രേരിപ്പിച്ചത്. വണ്ടിക്കാർക്ക് ഭയങ്കര ഡിമാൻഡ്. വണ്ടിക്കാണെങ്കിൽ 3000-4000 ഉറുപ്പ്യോളം ഒരു ഏക്കർ പൂട്ടുമ്പോഴേക്കും വരും. അതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വരച്ച് ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് പോത്ത് മേടിക്കും, ഞങ്ങൾ പൂട്ടും കൊടുക്കും. 9 ഏക്കറുണ്ട്. പഴയരിയുണ്ട്, മൂലങ്കാവിൽ അവിടെ അടുത്തുണ്ട്, നമ്മുടെ വീടിൻ്റെ താഴെയുണ്ട്, അത് ആ വയലുണ്ട്. കുറേ ചെയ്ത് പിന്നെ കന്നാലി ഇങ്ങനെ ക്ഷീണിക്കുന്ന വെച്ച് നിർത്തി വെക്കും. പിന്നെ ഇങ്ങനെ കന്നാലിക്ക് ക്ഷീണം മാറുമ്പോൾ തുടങ്ങും. മേക്കോൽ കൊണ്ട് പോത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് അതിൽ കലപ്പ കെട്ടി കരി ചെളിയിൽ താഴ്ത്തി വലിച്ച് ചേറ് കലക്കി മറിച്ചാണ് നാട്ടിക്കായി നിലമൊരുക്കുന്നത്. ഇത്തരത്തിൽ ഇവർ പാട്ടത്തിനെടുത്തതും സ്വന്തമായുള്ളതുമായ 8 ഏക്കർ വയലിലാണ് ഇത്തവണ കൃഷി ഇറക്കിയിരിക്കുന്നത്. തൊടുവട്ടി, തിരുനെല്ലി, ചെതലയം, പള്ളിവയൽ എന്നിവിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ കന്നുകളെ കൊണ്ട് പൂട്ടി നാട്ടിവെച്ചു കഴിഞ്ഞു. ഇപ്പോൾ കാരശ്ശേരിയിലെ 7 ഏക്കർ കുന്നിലെ പാട്ടത്തിനെടുത്ത വയൽ സ്വന്തമായി വാങ്ങിയ കന്നുകളെ കൊണ്ട് ഉഴുതുമറിച്ച് നാട്ടിക്കൊരുക്കുന്ന തിരക്കിലാണ് ഈ സംഘം. വയലിലെ മണ്ണിരയടക്കമുള്ള ചെറുജീവികൾക്കടക്കം കന്നുകൂട്ടിൽ ഒന്നും സംഭവിക്കാറില്ല. എന്നാൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള നിലമൊരുക്കലിൽ ചെറുപ്രാണികളടക്കം ഇല്ലാതാകാനും കാരണമാകും. ഇവർ നെല്ല് കൊയ്തെടുത്ത് ഒക്കലിടുന്നതും പരമ്പരാഗത രീതിയിൽ കല്ലുപയോഗിച്ചാണ്. ഈ കാലഘട്ടത്തിലും പഴമയെ ചേർത്ത് പിടിച്ച് കൃഷികൾ കൊണ്ടുപോവുകയാണ് ഈ കൂട്ടുകാർ. ജനം, വയനാട്.